ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോളജിയിലെ 7th ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ദ ഷൂട്ട് സിസ്റ്റം. ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റൂട്ടിന്റെ മുകളിൽ വരുന്ന പ്ലാന്റ്സിന്റെ പാർട്ടിനെ നമ്മൾ ഷൂട്ട് എന്ന് പറയുന്നത്. ഷൂട്ട് മെയിൻലി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സുകൾ സ്റ്റെം, ലീവ്സ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ദ സ്റ്റെം. സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്ലാന്റിന്റെ ആ തടീനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്റ്റെം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ക്യാരക്ടേഴ്സ് ഓഫ് സ്റ്റെം എന്ന് പറയുന്നത് ഇറ്റ് അറൈസസ് ആസ് എ പ്രൊളോങ്നേഷൻ ഓഫ് പ്ലമ്യൂളിൽ, അതായത് നമ്മുടെ സീഡിൻ്റെ പ്ലമ്യൂളിൽ നിന്നാണ് സ്റ്റെം ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ലീവ്സ് ഉണ്ടായിരിക്കും, ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും, ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും, ബഡ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നോട്ട്സ് ആൻഡ് ഇന്റർനോട്ട്സ് ആയിട്ട് നമ്മുടെ സ്റ്റെം ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സ്റ്റെമ്മിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് അതിൻ്റെ അപ്പെക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടെർമിനൽ പോയിന്റ്, നമ്മുടെ സ്റ്റെമ്മിൻ്റെ ഏറ്റവും അറ്റത്ത് കാണപ്പെടുന്ന ആ ഒരു ടെർമിനൽ പോയിന്റിനെയാണ് ഷൂട്ട് അപ്പെക്സ് എന്ന് പറയുന്നത്. ഈ ഷൂട്ട് അപ്പെക്സ് ആണ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, നമ്മുടെ പ്രൈമറി പെർമനൻറ്റ് ടിഷ്യൂസിൻ്റെ ഡെവലപ്മെൻറ്റിനും ഡിഫറൻസിയേഷനും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഈ ഷൂട്ട് അപ്പെക്സ് ആണ്. മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്പ് ഓഫ് സ്റ്റെംസ് ആണ്. ദാറ്റ് ഈസ് ദ ഏരിയൽ സ്റ്റെം, സബ് ഏരിയൽ സ്റ്റെം ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. ഏരിയൽ സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോയിലിൻ്റെ മുകളിൽ കാണപ്പെടുന്ന സ്റ്റെമ്മുകളെയാണ് നമ്മൾ ഏരിയൽ സ്റ്റെം എന്ന് പറയുന്നത്. സബ് ഏരിയൽ സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലും താഴെയും കൂടെ ആയിട്ട്, അതായത് മുകളിൽ മാത്രം സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ മുകളിലും താഴെയും കൂടെ ആയിട്ട് കാണപ്പെടുന്ന സ്റ്റെമ്മിനെയാണ് നമ്മൾ സബ് ഏരിയൽ സ്റ്റെം എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിന് താഴെ കാണപ്പെടുന്ന സ്റ്റെമ്മിനെയാണ് നമ്മൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറയുന്നത്. നമ്മുടെ റൂട്ടിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റെമ്മിലും മോഡിഫിക്കേഷൻ നടത്താറുണ്ട് അല്ലേ. അതായത് ചില ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റെം എന്തായിട്ടാറുണ്ട്, വേറെ പാർട്ടായിട്ട് മോഡിഫൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ഒണിയൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്താണ്, അതിൻ്റെ സ്റ്റെമ്മാണ്. അതൊരു ബൾബ് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുന്നത് ഫുഡ് സ്റ്റോർ ചെയ്യാനുള്ളൊരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മുടെ സ്റ്റെമ്മിൽ കാണപ്പെടുന്ന മോഡിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ കാണപ്പെടുന്ന മോഡിഫിക്കേഷനാണ് റൈസോം, കോൺ, ബൾബ്, ട്യൂബർ. അതുപോലെ തന്നെ സബേരിയൽ സ്റ്റെമ്മിൽ കാണപ്പെടുന്ന മോഡിഫിക്കേഷനാണ് റണ്ണർ, സ്റ്റോളണ്, ഓഫ്സെറ്റ്, സക്കർ. അതുപോലെ ഏരിയൽ സ്റ്റെമ്മിൽ കാണപ്പെടുന്ന മോഡിഫിക്കേഷനാണ് ടെൻഡ്രിൽ, തോണ്, ഫിലോക്കോഡ് ആൻഡ് കാൾഡോഡ്. ഓക്കെ, ഇത്രയാണ് മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെമ്മിൽ വരുന്നത്. ഇനി ഒരു സ്റ്റെമ്മിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ സ്ട്രക്ചർ നോക്കാം. സൺഫ്ലവർ പ്ലാന്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ നമ്മൾ നോക്കുന്നത് മെയിൻലി 3 പാർട്ടുകളാണുള്ളത്. ഒരു എപ്പിഡെമിസ് ഉണ്ടായിരിക്കും, ഒരു കോർട്ടക്സ് ഉണ്ടായിരിക്കും, പിന്നെ സ്റ്റീൽ. എപ്പിഡെമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ കാണപ്പെടുന്ന സ്റ്റെമ്മിൻ്റെ ഭാഷയാണ് നമ്മൾ എപ്പിഡെമിസ് എന്ന് പറയുന്നത്. എപ്പിഡെമിസിൻ്റെ തൊട്ട് താഴെ കാണുന്ന എൻഡോഡെർമിസ് വരെയുള്ള പോർഷനെയാണ് നമ്മൾ കോർട്ടക്സ് എന്ന് പറയുന്നത്. എൻഡോഡെർമിസിൻ്റെ താഴെ വരുന്ന കംപ്ലീറ്റ് പോർഷൻസിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നതാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റീലിനകത്ത് വരുന്ന മെയിൻ പാർട്ടുകൾ ഏതൊക്കെയായിരിക്കും, സ്ക്ലീറൻകൈമ ഉണ്ടായിരിക്കും, ഫ്ലോയ ഉണ്ടായിരിക്കും, കാമ്പിയം, മെറ്റാസൈലം, പ്രോട്ടോസൈലം, പെരിസൈലം, പിത്ത്. ഇത്രയും പോർഷൻസ് ആണ് സ്റ്റീലിനകത്ത് വരുന്നത്. നെക്സ്റ്റ് നമ്മുടെ മോണോകോട്ട് സ്റ്റെം എടുത്തു കഴിഞ്ഞാൽ മെയിൻലി കാണപ്പെടുന്ന പോർഷൻസ് എൻഡോഡെർമിസ് ഉണ്ടായിരിക്കും, ഒരു ഹൈപ്പോഡെർമിസ് ഉണ്ടായിരിക്കും, ദെൻ വാസ്കുലർ ബണ്ടിൽസ് ആൻഡ് ഗ്രൗണ്ട് ടിഷ്യൂസ്. ഈ മോണോകോട്ട് സ്റ്റെമ്മിൻ്റെ ഒരു പ്രത്യേകിച്ച് വാസ്കുലർ ബണ്ടിൽസ് ഒരുപാട് പ്രസൻ്റ് ആയിരിക്കും, പക്ഷേ ഡൈക്കോട്ടിൽ അത്രയും വാസ്കുലർ ബണ്ടിൽസ് പ്രസൻ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് സ്റ്റെം ചോദിച്ചു കഴിഞ്ഞാൽ എപ്പിഡെമിൽ ഹെയറുകൾ, നമ്മുടെ ഇതിനകത്ത് എപ്പിഡെമിൽ ഹെയർ ഇല്ലല്ലോ, പക്ഷെ നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എപ്പിഡെമിൽ ഹെയറുകൾ പ്രസൻ്റ് ആയിരിക്കും അല്ലേ. അതൊരു ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ എന്താണ്, അത് കോളൻകൈമാസ് ആയിരിക്കും, പക്ഷേ ഇവിടെ സ്ക്ലീറൻകൈമാസ് ആയിരിക്കും മോണോകോട്ട് സ്റ്റെമ്മിൽ. പിന്നെ വാസ്കുലർ ബണ്ടിൽസ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് വാസ്കുലർ ബണ്ടിൽസ് നമ്മളെ ഡൈക്കോട്ട് സ്റ്റെമ്മിനകത്ത് പ്രസൻ്റ് ആയിരിക്കും, പക്ഷേ മോണോകോട്ട് സ്റ്റെമ്മിൽ അതായത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മോണോകോട്ട് സ്റ്റെമ്മിലാണ്. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വാസ്കുലർ ബണ്ടിൽസിൻ്റെ നമ്പർ കുറവായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെമ്മ് ഡെവലപ്പ് ചെയ്ത് മാറുന്ന ഒരു പാർട്ടിനെ നമ്മൾ വുഡ് എന്ന് പറയുന്നത് അല്ലേ. സ്റ്റെമ്മ് തടിച്ച് വലുതായി മാറുന്നതിന് നമ്മൾ വുഡ് എന്ന് പറയുന്നത്. ഓക്കെ, വുഡിൻ്റെ ആ ഒരു ഏജ് നമ്മൾ കണ്ടെത്തുന്നത് വുഡിൻ്റെ ആനുവൽ റിങ് നോക്കിയിട്ടാണ്. അതായത് വുഡ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിങ്സ് കാണാൻ പറ്റും വുഡിനകത്ത്. അതിൻ്റെ നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ വുഡിൻ്റെ ഏജ് ഡിറ്റർമിൻ ചെയ്യുന്നത്. മെയിൻലി നമുക്ക് പഠിക്കാൻ 2 ടൈപ്പ് ഓഫ് വുഡാണുള്ളത്, സാപ്പ് വുഡ് ആൻഡ് ഹാർഡ് വുഡ്. 2 പാർട്ടാണ് വുഡിനുള്ളത്, ദാറ്റ് ഈസ് സാപ്പ് വുഡ് ആൻഡ് ഹാർഡ് വുഡ്. സാപ്പ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് പാർട്ട്, വുഡിൻ്റെ ഔട്ടർ മോസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ സാപ്പ് വുഡ് എന്ന് പറയുന്നത്. ഹാർഡ് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ സെൽസ്, അതായത് അതിൻ്റെ ഹാർട്ടിൽ വരുന്ന പോർഷൻസിനെയാണ് നമ്മൾ ഹാർഡ് വുഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ട് ഈസ് ദ ലീഫ്. ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇല അല്ലേ. ഈ ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റൻഡ് ആൻഡ് എക്സ്പാൻഡഡ് ലാറ്ററൽ അപ്പൻഡേജസ് ഓഫ് എ
സ്റ്റെമ്മിനെയാണ് നമ്മൾ ലീഫ് എന്ന് പറയുന്നത്. ലീഫിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ലീഫിൽ മെയിൻലി 3 പാർട്ടുകളാണ് കാണുന്നത്. ഒരു ലീഫ് ബേസ് ഉണ്ടായിരിക്കും, ഒരു പെറ്റിയോള്, ഇതാണ് പെറ്റിയോള്, പിന്നെ ഒരു ലാമിന ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു തണ്ട്, അതായത് സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ആ പോർഷനെയാണ് നമ്മൾ ലീഫ് ബേസ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് മേളിലേക്ക് ലീഫിൽ ആ ലാമിനയിലേക്ക് പോകുന്ന പോർഷനെയാണ് നമ്മൾ പെറ്റിയോൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു ലീഫ് ബേസ് ഉണ്ടായിരിക്കും അല്ലേ. ഇനി ഈ ലീഫിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ബ്രാഞ്ച് ആയിട്ട് പോകുന്നത് കാണാം. ആ ഒരു അറേഞ്ച്മെന്റിനെ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ വെയിൻസ് എന്ന് പറയുന്നത്. ഈ വെയിൻസിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ, വെയിൻലെറ്റ്സിൽ വെയിൻസിന്റെ അറേഞ്ച്മെന്റിനെയാണ് വിനേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ലീഫിൽ മെയിൻലി 2 ടൈപ്പ് ഓഫ് വിനേഷൻ ആണ് വരുന്നത്, റെറ്റിക്കുലേറ്റ് വിനേഷൻ ആൻഡ് പാരലൽ വിനേഷൻ. റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നെറ്റ്വർക്കുകളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ബ്രാഞ്ചുകളായിട്ട്, ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചതുപോലെയുള്ള വിനേഷനെയാണ് നമ്മൾ റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് പറയുന്നത്. എന്നാൽ പാരലൽ വിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലലായിട്ട്, അതായത് നമ്മുടെ മോണോക്കോട്ട്, മാംഗോയുടെ ഒക്കെ ലീവ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ ലൈനകത്ത് ഇങ്ങനെ പാരലലായിട്ട് മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ, വെയിൻസ് കാണുന്നുള്ളൂ. ആ ടൈപ്പ് ഓഫ് വിനേഷനെയാണ് നമ്മൾ പാരലൽ വിനേഷൻ എന്ന് പറയുന്നത്. റെറ്റിക്കുലേറ്റ് വിനേഷൻ മെയിൻലി കാണുന്നത് ഡൈക്കോട്ട് ലീഫിലാണ്, എന്നാൽ മോണോക്കോട്ട് ലീഫിലാണ് പാരലൽ വിനേഷൻ കാണപ്പെടുന്നത്. ഇനി ലീവ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ ലീഫ് ആൻഡ് കോമ്പൗണ്ട് ലീഫ്. അതുപോലെ നമ്മൾ സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെ ഒക്കെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ലീഫും മോഡിഫൈ ചെയ്യാറുണ്ട്. ചില ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഫ് എന്താണ് മോഡിഫൈ ചെയ്ത് വേറെ പാർട്ടായിട്ട് മാറാറുണ്ട്. ഓക്കെ, മെയിൻലി ലീഫിൽ കാണപ്പെടുന്ന മോഡിഫിക്കേഷനാണ് ലീഫ് ടെൻഡ്രിൽസ്, സ്പൈൻസ്, ഫില്ലോഡ് ആൻഡ് ലീവ് ഓഫ് ഇൻസെക്ടിവറസ് പ്ലാന്റ്സ്. ചില പ്ലാന്റ്സ്, ഇൻസെക്ടിവറസ് പ്ലാന്റ്സിൻ്റെ കേസിൽ അതിൻ്റെ ലീഫ് ഒരു വേറെ ഷേപ്പായിരിക്കും. ചിലത് നമ്മളെ ഇൻസെക്റ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോൺസ്, മുള്ളുകളായിട്ട് ലീവ്സ് കാണാറുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ലീഫിൽ വരുന്ന മെയിൻ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ലീഫിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ്, ദ മെയിൻ ഫങ്ഷൻ ഓഫ് ലീഫ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. പിന്നെ നമ്മുടെ ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച്, ട്രാൻസ്പിരേഷൻ, ഗട്ടേഷൻ, ഇത്രയാണ് ലീഫിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. നെക്സ്റ്റ് പാർട്ട് ഓഫ് ഷൂട്ട് എന്ന് പറയുന്നതാണ് ഫ്ലവർ. ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിന് ബ്യൂട്ടി അല്ലെങ്കിൽ എസ്തെറ്റിക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഫ്ലവർ. അത് കൂടാതെ ഫ്ലവറിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെയിൻ സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവറാണ്. ഫ്ലവറിൻ്റെ പാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫ്ലവറിൻ്റെ ക്രോസ് സെക്ഷനാണ് നമ്മുടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. സെപ്പൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ കാണപ്പെടുന്ന ആ കുഞ്ഞു 2 ഇതളിനെയാണ് നമ്മൾ സെപ്പൽസ് എന്ന് പറയുന്നത്. ഈ ഫ്ലവറിൻ്റെ ആ ഒരു ഇതളിനെയാണ്, അല്ലെങ്കിൽ ആ ഓൾസിനെയാണ് നമ്മൾ പെറ്റൽസ് എന്ന് പറയുന്നത്. പിന്നെ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം, ഗൈനീഷ്യം ഉണ്ട്, ആൻഡ്രീഷ്യം ഉണ്ട്. ഗൈനീഷ്യമാണ് ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്, ആൻഡ്രീഷ്യമാണ് മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. ഇനി ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ വെച്ചേക്കുന്ന ആ ബഡില്ലേ, അല്ലെങ്കിൽ ആ ഫ്ലവർ നിൽക്കുന്ന ആക്സിസ് ഇല്ലേ, നമ്മൾ പെഡങ്കിൾ എന്നാണ് പറയുന്നത്. ഈ പെഡങ്കിളിനകത്ത് ഫ്ലവർ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. മെയിൻലി 2 ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് ആണ് ഫ്ലവേഴ്സിൽ കാണപ്പെടുന്നത്, റെസിമോസ് ആൻഡ് സൈമോസ് ഇൻഫ്ലോറസൻസ്. റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആക്സിസ് ഒരു ഫ്ലവറിൽ എൻഡ് ചെയ്യുന്നില്ല, അതിങ്ങനെ മേളിലോട്ട് നീണ്ടു പോകും. ആ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിനെയാണ് നമ്മൾ റെസിമോസ് എന്ന് പറയുന്നത്. സൈമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെഡങ്കിളിൻ്റെ എൻഡിൽ ഒരു ഫ്ലവർ വന്ന് സ്റ്റോപ്പ് ആവും, പിന്നെ അങ്ങോട്ടേക്ക് അതിന് ലെങ്ത് വൈസ് ഒരു ഗ്രോത്ത് നടക്കുന്നില്ല. ആ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിനെയാണ് നമ്മൾ സൈമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ടാണ് ഫ്രൂട്ട്. ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റൈപ്പൻഡ് ഓവറി, അതായത് ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്ന പാർട്ടാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഒവ്യൂളിൽ നിന്നാണ് ഒരു പ്ലാന്റിൻ്റെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സീഡ് ഡെവലപ്പ് ചെയ്യുന്നത് ഒവ്യൂളിൽ നിന്നും, ഓവറി റൈപ്പൻ ചെയ്തിട്ടാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട്, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഒരു ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ പാർത്തനോകാർപ്പി എന്ന് പറയുന്നത്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. മെയിൻലി 3 ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആണുള്ളത്. ഒരു സിമ്പിൾ ടൈപ്പ് ഉണ്ട്, ഒരു അഗ്രിഗേറ്റഡ് ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോമ്പോസൈറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഉണ്ട്. സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഫ്രൂട്ടായിട്ട്, ഇപ്പോൾ നമ്മുടെ നമ്മുടെ ആപ്പിൾ, ഇതൊക്കെ എന്താണ് സിമ്പിൾ ഫ്രൂട്ടുകളാണ്. അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടമായിട്ട് കാണപ്പെടും, നമ്മുടെ ഗ്രേപ്സ് ഒക്കെ അഗ്രിഗേറ്റ് ഫ്രൂട്ടാണ്. കോമ്പോസിറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ബനാന ഒക്കെ എന്താണ് ഒന്നിൽ തന്നെ കോമ്പോസിറ്റ് ചെയ്ത് ഒരുപാട് ഫ്രൂട്ടുകൾ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണ് കോമ്പോസിറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ 7th ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ള മെയിൻ ടോപ്പിക്സുകൾ. നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഫ്രൂട്ട്. ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ റൈപ്പൻഡ് ഓവറി, അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഓവറി റൈപ്പൻ ചെയ്ത് ഫോം ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ വിനേഷൻ.
വിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു അല്ലേ, ലീഫിനകത്ത് ഒരുപാട് ബ്രാഞ്ചുകളായിട്ട് അതിൻ്റെ വെയിൻസ് കാണാറുണ്ട്. അപ്പോൾ ആ വെയിൻലെറ്റ്സിൽ വെയിൻസ് അറേഞ്ച് ചെയ്തേക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ വിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ 7th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ വേണമെന്നുള്ളവർ ഉടൻ തന്നെ നാഷണൽ അക്കാഡമിയിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, വീണ്ടും ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്